ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കി. അധികാര വികേന്ദ്രീകരണത്തിൽ കേരളമാണ് ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം. ഈ സ്ഥാനം നേടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1996-ൽ നയനാർ സർക്കാരിന്റെ കാലത്ത് EMSന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ജനകീയ ആസൂത്രണത്തിലൂടെയാണ് എന്ന് പറഞ്ഞാണ് മാനിഫെസ്റ്റോയുടെ ആമുഖം തുടങ്ങുന്നത്. അതേസമയം അധികാര വികേന്ദ്രീകരണത്തെ തുരങ്കം വെച്ച പാരമ്പര്യമാണ് UDFന്റേതെന്ന് മാനിഫെസ്റ്റോ കുറ്റപ്പെടുത്തുന്നു. BJPയും കോൺഗ്രസും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിന് തയ്യാറല്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങളും അധികാരങ്ങളും നൽകാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ആകട്ടെ മൃദുഹിന്ദുത്വ സമീപനം കൈക്കൊള്ളുന്നതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ള തീവ്രവാദ ശക്തികളുമായി ബാന്ധവത്തിലുമാണ്. അവർ നടപ്പാക്കിയ ആസിയാൻ കരാർ കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്തു. കേരളത്തിൽ നിലനിന്നിരുന്ന സാർവത്രിക റേഷൻ സമ്പ്രദായം അവസാനിപ്പിച്ചതും കോൺഗ്രസാണ്. 2011-16 UDFന്റെയും 2016-25 വരെയുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDFന്റെയും സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളുടെ താരതമ്യം ആരുടെയും കണ്ടു തുറപ്പിക്കും. UDF ഭരണം കെടുകാര്യസ്ഥതയുടെയും വികസന മുരടിപ്പിന്റെയും കാലമായിരുന്നു. അതിൽ നിന്നും സംസ്ഥാനത്തെ കരകയറ്റി ക്ഷേമക്കുതിപ്പിന്റെയും പശ്ചാത്തല സൗകര്യ വളർച്ചയുടെയും വ്യാവസായിക കാർഷിക ഉണർവിന്റെയും ഒരു നവകേരള കാലഘട്ടത്തിന് തുടക്കം കുറിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞെന്ന് മാനിഫെസ്റ്റോ വ്യക്തമാക്കി പറയുന്നു. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ല. നിയോ ലിബറൽ നയങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണെന്നും മാനിഫെസ്റ്റോ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ കേരളം വികസന ചരിത്രത്തിൽ അത്യപൂർവമായ നേട്ടം കരസ്ഥമാക്കി. സുതാര്യവും ജനങ്ങളെ പങ്കാളികളാക്കിയുമുള്ള രീതിയിൽ കണ്ടെത്തിയ 64,006 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഓരോന്നിനും മൈക്രോ പ്ലാൻ ഉണ്ടാക്കി അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതിപ്പോകാതിരിക്കാൻ തുടർന്നും ഇവർക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മാനിഫെസ്റ്റോ ഉറപ്പു നൽകുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ടവർക്കെല്ലാം വീട് നൽകും. തീരദേശത്തെ പുനർഗേഹം പദ്ധതി പൂർത്തീകരിക്കുന്നതിനും അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും നടപടിയുണ്ടാകും. പട്ടയം നൽകാനാകാത്ത റോഡ് പുറമ്പോക്ക് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെയും മറ്റിടങ്ങളിൽ പട്ടയം നൽകി പുനരധിവസിപ്പിക്കും. കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധിയുടെ മാതൃകയിൽ കൂടുതൽ ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും. പൊതു അടുക്കളകളെ പ്രോത്സാഹിപ്പിക്കും. ജനകീയ ഹോട്ടലുകൾ വിപുലപ്പെടുത്തും. എല്ലാവർക്കും ചികിത്സ മാനിഫെസ്റ്റോ ഉറപ്പു നൽകുന്നുണ്ട്. പൊതു ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ ഇനിയും വിപുലപ്പെടുത്തും. തെരുവ് നായ ശല്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരുവ് നായ്ക്കളെ കൂട്ടായി പാർപ്പിക്കുന്നതിനാവശ്യമായ സങ്കേതങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ സൃഷ്ടിക്കും. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും. സ്കൂൾ പരീക്ഷകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് ആരെയും തോൽപ്പിക്കാനല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഓരോ ക്ലാസ്സിലും ആർജിക്കേണ്ട മിനിമം ശേഷി വിദ്യാർത്ഥികൾ ആർജിക്കുമെന്ന് ഉറപ്പുവരുത്താനാണിത്. ഇതിനുവേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെയും PTA പിന്തുണയോടെ വിപുലമായ പഠന പിന്തുണ പ്രസ്ഥാനം സൃഷ്ടിക്കും. 5 വർഷം കൊണ്ട് ദേശീയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിലും കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തും. എല്ലാവർക്കും തൊഴിലും LDF മാനിഫെസ്റ്റോ ഉറപ്പു നൽകുന്നു. ആദ്യപടിയായി 20 ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത 5 വർഷം കൊണ്ട് തൊഴിൽ നൽകും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തും. ഈ ധനകാര്യ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനാണ് കുടുംബശ്രീയും ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വിപുലീകരിക്കും. പ്രാദേശിക സാമൂഹ്യ പിന്തുണയോടെ വയോജനങ്ങൾക്ക് അവരവരുടെ വീടുകളിൽ പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വ്യത്യസ്ത വകുപ്പുകളിലെ വയോജന സ്കീമുകളെ പ്രാദേശികമായി സംയോജിപ്പിച്ച് വിടവുകൾ നികത്തി സമഗ്ര പരിപാടിയായി നടപ്പാക്കും. കിടപ്പ് രോഗികളില്ലാത്ത വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതായിരിക്കും LDFന്റെ മുദ്രാവാക്യം. അടുത്ത 5 വർഷം കൊണ്ട് വിനോദത്തിനും വിശ്രമത്തിനും ആവശ്യമായ വയോ ക്ലബ്ബുകളും തണലിടങ്ങളും സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വ്യായാമത്തിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കും. അവരെ മാനസിക വ്യാപനത്തിനാവശ്യമായ സാമൂഹിക ചുമതലകളിൽ പങ്കാളിയാക്കും. തീരത്തിന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന താല്പര്യമുള്ള മുഴുവൻ പേർക്കും പുനർഗേഹം പദ്ധതിയിൽ പുനരധിവാസം ഉറപ്പാക്കും. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി തീരദേശ മേഖലയിൽ ഉറപ്പുവരുത്തും. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി പൂർത്തീകരിക്കും. തൊഴിൽ തീര പദ്ധതിയിൽപ്പെടുത്തി ഒരു വീട്ടിൽ ഒരു തൊഴിൽ ഉറപ്പാക്കും. ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കും. ഗ്രാമീണ മത്സ്യ വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മെഡിക്കൽ മാലിന്യ സംസ്കരണം, ജൈവ മാലിന്യം, ശാസ്ത്രീയ കമ്പോസ്റ്റിംഗ്, കാർഷിക മാലിന്യങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കൽ, നിർമ്മിതി മാലിന്യങ്ങൾ ശേഖരിക്കൽ, അജൈവ മാലിന്യ സംക്രമണം എന്നിവയ്ക്കൊക്കെ 100% ലക്ഷ്യം കൈവരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. സമ്പൂർണ്ണ ഖരമാലിന്യ സംസ്കരണ നേട്ടത്തിന് പിന്നാലെ അടുത്തതായി ജലമലിനീകരണ നിർമ്മാർജ്ജനം LDF ലക്ഷ്യമായി ഏറ്റെടുക്കും. പൊതു ഇടങ്ങളിലെ ദൃശ്യഭംഗിക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കും. റോഡ് ഓഫ്സെറ്റുകൾ, പാർക്കുകൾ, ഗ്രീൻ നടപ്പാതകൾ എന്നിവ വികസിപ്പിക്കും. പച്ചത്തുരുത്തുകൾ എല്ലാ വാർഡിലും സൃഷ്ടിക്കും. ഒരു ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് 50 പേർക്കും മുനിസിപ്പാലിറ്റിയിൽ 75 പേർക്കും കോർപ്പറേഷനിൽ 100 പേർക്കും സ്കോളർഷിപ്പ് നൽകും. ഇവർ
ശുചിത്വ അംബാസഡർമാരായി പ്രവർത്തിക്കും. എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കും. ബാങ്കുകളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പയെടുത്ത് റോഡുകൾ പുനരുദ്ധരിക്കുകയും 2-3 വർഷം കൊണ്ട് മെയിൻ്റനൻസ് കിരണിൽ നിന്നും അടച്ചു തീർക്കാൻ അനുവാദം നൽകുകയും ചെയ്യും. കാർഷിക വികസനത്തിന് ആധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പാക്കും. ശാസ്ത്രീയ പുരയുടെ കൃഷി, ഫലവൃക്ഷ കാടുകൾ, സ്വാശ്രയ പച്ചക്കറി ഗ്രാമങ്ങൾ, തനത് വിളകളുടെ പ്രോത്സാഹനം എന്നിവയ്ക്കെല്ലാം തദ്ദേശ ഭരണ പ്രോജക്റ്റുകളെ സർക്കാർ സ്കീമുകളുമായി സംയോജിപ്പിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. തരിശു ഭൂമികൾ കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹനം ശക്തിപ്പെടുത്തും. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പുതിയ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഈ നിയമം ഗവർണർ വച്ച് താമസിപ്പിക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ നിന്നുള്ള പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കും. കൃഷിനാശമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മിനി വ്യവസായ പാർക്കുകൾ ആരംഭിക്കും. വ്യവസായ വകുപ്പുമായി ചേർന്ന് മാനേജ്മെന്റ് നിർവഹണം നടത്തും. വീടുകളിൽ സംരംഭകത്വത്തിന് ലൈസൻസ് നൽകാനുള്ള ചട്ടഭേദഗതി ഉപയോഗിച്ച് സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കും. ഒരു പഞ്ചായത്തിൽ ഒരു ഉൽപ്പന്നം എന്ന കാഴ്ചപ്പാടിനനുസൃതമായ പൊതുസൗകര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തും. 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി വിറ്റുവരവുള്ളതാക്കുന്നതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകും. നിലവിലെ സംരംഭങ്ങളെ സാങ്കേതിക വിദ്യകളെയും സാമ്പത്തിക സ്ഥിതികളെയും വിലയിരുത്തി പുനരുദ്ധാരണത്തിനും വിപുലീകരണത്തിനും സാമ്പത്തിക സഹായം നൽകും. പുതിയ സംരംഭകത്വം ആരംഭിക്കുന്നതിന് പ്രത്യേക പ്രോത്സാഹന സ്കീമുകൾ ആവിഷ്കരിക്കും. നൈപുണ്യ പരിശീലനം ആവശ്യമുള്ള തൊഴിൽ സേനയെ ഉറപ്പുവരുത്തും. പബ്ലിക് വൈഫൈ സോണുകൾ സ്ഥാപിക്കും. ഒഴിഞ്ഞ പൊതു ഇടങ്ങൾ, പാലങ്ങൾക്കടിയിലെ സ്ഥലങ്ങൾ തുടങ്ങിയവ റീഡിസൈൻ ചെയ്ത് സുന്ദരമായ പൊതു ഇടങ്ങളാക്കി മാറ്റി ടൂറിസം വികസനം സാധ്യമാക്കും. പ്രാദേശിക ഉത്സവങ്ങളെയും മേളകളെയും പ്രോത്സാഹിപ്പിക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കളിക്കളം ഉറപ്പുവരുത്തും. ഇതുമായി ബന്ധപ്പെടുത്തി എല്ലാ പഞ്ചായത്തുകളിലും സ്കൂൾ കോംപ്ലക്സുകൾക്ക് രൂപം നൽകും. പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കും. പൊതു വ്യായാമ സൗകര്യങ്ങൾ ഓപ്പൺ ജിം മാതൃകയിൽ സ്ഥാപിക്കും. എല്ലാ സ്കൂളുകളിലും സ്കൂൾ സേഫ്റ്റി പ്ലാൻ പൂർത്തിയാക്കും. സന്നദ്ധ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. അവർക്ക് വർഷത്തിൽ 1 തവണയെങ്കിലും പരിശീലനം നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണ മാർഗരേഖ ലളിതമാക്കി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരവും ഒരുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണം ലക്ഷ്യ അധിഷ്ഠിതമാക്കും. ഇതിനായി എല്ലാ വർഷവും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഇതിനായി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സൂചകങ്ങൾ അടിസ്ഥാനമാക്കും. ഈയൊരു പശ്ചാത്തലത്തിലാണ് പ്രതിരോധത്തിന്റെ കോട്ടയായി കേരളം തലയുയർത്തി നിൽക്കുന്നതെന്ന് മാനിഫെസ്റ്റോ പറയുന്നു. ഇന്ന് രാജ്യത്ത് ഒരു ബദൽ പരിപാടി ഉയർത്താൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടത് ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാനിഫെസ്റ്റോ അഭ്യർത്ഥിക്കുന്നു.